ദൈവമേ, ഞങ്ങളുടെ ന്യൂ വിഷൻ ചെയ്യാൻ പോകുന്ന ഈ പുതിയ വീഡിയോ കണ്ട് ചാനൽ ഫോളോവേഴ്സ് ഒരു 300K കടക്കണേ. ലൈക്ക് ആൻഡ് ഷെയർ 500K തരയണമേ. ഈ വീഡിയോ ഇന്ന് തന്നെ വൈറലാക്കി തരയണമേ. നിഷ്കളങ്കരായ പെൺകുട്ടികളുടെ യൂട്യൂബിൽ കൂടെ ഉണ്ടാകണേ. ആമേൻ. മതി, ചലോ. ഇലഞ്ഞിക്കൽ തറവാട് ഇതാണ്. ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റോറിയിലെ മിന്നും താരം മിസ് വീണ മാധവൻ ജനിച്ചതും വളർന്നതും ഈ വീട്ടിലാണ്. പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും മിടുക്കിയായ വീണ +2-ന് ഒരു മാർക്ക് പോലും വിട്ടുകൊടുക്കാതെ 100% മാർക്ക് വാങ്ങി ഈ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. ഈ വീണയുടെ മുത്തശ്ശൻ നീലകണ്ഠൻ മാഷ് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയിട്ടുള്ള മഹത് വ്യക്തിയാണ്. അതിനു മുൻപും ശേഷവും അങ്ങനെ ഒരു മാതൃകാ അധ്യാപകൻ ഈ കൊച്ചുനാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്താടാ, എറിഞ്ഞിടാനാണോ ഉദ്ദേശം? എങ്കിലത് നടക്കില്ല കേട്ടോ. വയസ്സ് എത്രയെന്നാടാ വിചാരം? 75. എന്റെ ഭാഗീരഥിക്ക് 70. മക്കളും മക്കളുടെ മക്കളുമായിട്ട് ഞങ്ങൾ രണ്ടാളും വയറ് വറുത്തതുപോലെ നടക്കുന്നില്ലേ? എന്താ ഞങ്ങളുടെ ഇടയിലെ ആരോഗ്യ രഹസ്യം ഒന്ന് അറിയാവോ? മൂത്ത് നരച്ചിട്ടും നീലനും ഭാഗിക്കും ഇടയിലുള്ള മാറ്റുകുറയാത്ത മനപ്പൊരുത്ത. മനസ്സിലായോ? അറിവിന്റെ ദേവതയെ വാഴ്ത്തിയും പുകഴ്ത്തിയും പാടിയിരുന്ന നമ്മുടെ ഈ നാട്ടിൽ സ്ത്രീക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദാർശനികമായി സ്ത്രീ എല്ലാത്തിന്റെ മൂർത്തിഭാവമായിരുന്നു എന്നുള്ള കാര്യം നാം മറക്കാൻ പാടില്ല. തെറ്റ്. മൂർത്തിഭാവമല്ല, മൂർത്തിമത് ഭാവം. അപ്പോഴേ അതിന്റെ അർത്ഥം പൂർണ്ണമാവൂ. വീണാമോളെ ഇന്റർവ്യൂ വന്നവരല്ലേ, ആദ്യം അത് നടക്കട്ടെ. ഭാഗി, ഭാഗി, ഇതാണ് നിങ്ങൾ പറഞ്ഞ വീണയുടെ അമ്മ സുമംഗല. എന്റെയും ഭാഗിയുടെയും മകൻ അഡ്വക്കേറ്റ് മാധവൻകുട്ടിയുടെ ഭാര്യ. നമസ്കാരം. വീണമോളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വരും. അല്ല, ഭാഗ്യയുടെ അമ്മ കറിക്കരിഞ്ഞപ്പോ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. കൈ മുറിഞ്ഞു വന്നോ? എന്റെ ഈശ്വര, എന്നിട്ട്? ഒരു കുഞ്ഞു മുറിവേ ഉള്ളൂ, ബാൻഡേഡ് ഒട്ടിച്ചാ മതി. ബാൻഡേഡ് മാങ്ങാത്തൊലി. കത്തിയെടുത്ത് കളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? കേക്കില്ല അവള്. ഭാഗി, എന്റെ ഈശ്വര, ഭാഗി. അമ്മയുടെ കാലിലൊരു മുള്ളു കൊണ്ടാ മതി, പിന്നെ അച്ഛന് ഊണ് ഉറക്കം ഉണ്ടാവില്ല. ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയാ. എന്തായി കാണിക്കുന്നേ? ഇതൊന്നും ഗുണപ്പെടില്ല. ഇങ്ങോട്ട് താ, കാണട്ടെ. എന്റെ ഈശ്വര, കണ്ണട വച്ചിട്ട് വേണം കറിക്കറിയാനെന്ന് പറഞ്ഞാൽ കേക്കില്ല. ഒന്നും ശ്രദ്ധിക്കില്ല. എന്താ ഈ ചെയ്തത്? പുതിയ മുണ്ട കീറിയത് അതറിയാവോ? മുണ്ടൊക്കെ നമുക്ക് വേറെ വാങ്ങാം. നിന്റെ ശരീരത്തിലെ ചോര പോയാ പിന്നെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. ഇപ്പൊ കുഴപ്പമുണ്ടോ? സുഖായില്ലേ? എന്താ, ഡോക്ടറെ അടുത്ത് പോണോ? എന്തിനാ ഡോക്ടറെ അടുത്ത് പോണേ? മാഷില്ലേ ഇവിടെ? ചില സമയത്തെ സ്വഭാവം കുട്ടികളെയൊക്കെ കഷ്ടാണെന്നേ ഉള്ളൂ. മുണ്ട് കീറി, ഞാൻ മാറ്റിയിട്ട് വരട്ടെ. വീണമോളുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി യൂട്യൂബുകാര് വന്നിരിക്കുന്നു. ചായ കൊടുക്കണം. ആ അമ്പലത്തിൽ പോയി വിമല എന്താ വരാത്തെന്നാ ഞാൻ ആലോചിക്കുന്നേ.
ഇന്നലെ വീണയുടെ ഇന്റർവ്യൂ. മനസ്സിലായി. ഞാൻ വിമല, വീണയുടെ മൂത്ത ചേച്ചിയാ. അകത്തേക്ക് വന്നോളൂ. ഞാൻ നിങ്ങള് കാത്തിരിക്കുന്ന ആളിനെ വിളിക്കാം. വീണേ, ക്യാമറ എടുത്തോ. വാ വാ. വീണേ, ഇവര് നിന്നെ കാണാൻ വന്നതാ. വീണയ്ക്ക് ആദ്യമേ ന്യൂ വിഷന്റെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? വീണ റെഡിയായോ? അവരവിടെ തുടങ്ങി. റോൾ ചെയ്തോളൂ. പറഞ്ഞു. ആക്ച്വലി ഈ വീട്ടിലെ യഥാർത്ഥ താരം ഞാനല്ല, ഞങ്ങളുടെ എല്ലാം റോൾ മോഡലായിട്ടുള്ള മറ്റൊരാൾ കൂടിയുണ്ട്. എന്നെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള എന്റെ കുഞ്ഞേച്ചി വിസ്മയ. ഈ വർഷം MBBS പൂർത്തിയാക്കി പഠിച്ചിറങ്ങാൻ പോകുന്ന ഇലഞ്ഞിക്കൽ തറവാട്ടിലെ ഡോക്ടർ കുട്ടി. സംഗതി റിഹേഴ്സലും പ്രാക്ടീസും ഒക്കെ കൊള്ളാം, ഉഷാറായിട്ടുണ്ട്. പക്ഷേ ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടി റിഹേഴ്സലിൽ കാണിക്കുന്ന ഈ എനർജി ഉത്സാഹവും അടുത്ത് വരാൻ പോകുന്ന പരീക്ഷയിലും കാണിക്കണം. എന്താ കാണിക്കോ? ഒരു വർഷം കഴിയുമ്പോ നിങ്ങളൊക്കെ ഡോക്ടർമാരാകേണ്ടവരാ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ആഘോഷങ്ങൾ ഇതുപോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതുകൂടി നിങ്ങൾ ആഘോഷിച്ചോളൂ. പക്ഷേ നാളെ നിങ്ങൾ നല്ലൊരു ഡാൻസറോ സിംഗറോ ആവാനല്ല പഠിക്കുന്നത്. രോഗികളെ ചികിത്സിക്കാനും അവർക്ക് ആശ്വാസമാകാനും കഴിയുന്ന നല്ലൊരു ഡോക്ടർ ആവാനാണ്. അതിലായിരിക്കണം കൂടുതൽ ശ്രദ്ധ വേണ്ടത്. സത്യം പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് വിസ്മയും എന്റെ മകളും കോളേജ് ചട്ടമ്പിയുമായ റബേക്കയും കൂടെ ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. അതെനിക്കൊരു സർപ്രൈസ് ആയി. എനിവേ, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. റിഹേഴ്സൽ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. എന്റെ മമ്മി ഡോക്ടർ അന്ന കുര്യൻ കി ഓ, വല്ലാത്ത യാത്രയായിപ്പോയി. ഹോ, നിങ്ങൾ ടെക്സ്റ്റൈൽസിലേക്ക് വിട്ടോ, ഞാൻ ഇന്നെ ഇല്ല. എന്റെ നട്ടലിന്റെ ബോട്ട് അളയുന്നാ തോന്നേ. ഇത്രയും ദൂരം വണ്ടി ഇരിക്കാന്നൊക്കെ പറഞ്ഞാ ഓ പറഞ്ഞാലെന്താ? ഇതേ കാളവണ്ടിയൊന്നും അല്ല, ലക്ഷങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാ. സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോഴേ ഒരു ഗുമ്മൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയിൽ വേണം പോവാൻ. ശരി ശരി. ദേ, ഇന്നിവിടെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ വിവാഹ വാർഷിക. നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിൽക്ക്, നമുക്കൊരു കല്യാണം കൂടിയിട്ടൊക്കെ പോവാം. കല്യാണോ? ആരുടെ? മുത്തശ്ശന്റെ മുത്തശ്ശിയുടെയും തന്നെ. നിന്ന് വായ പൊളിക്കണ്ട.
ഇത് ഞങ്ങൾ കൊച്ചുമക്കളുടെ ഒരു അജണ്ടയാ. ഓ വിവാഹ വാർഷികത്തിനൊരു പുനർവിവാഹം വിത്ത് ഫുൾ സെറമോണിയൽ ഫംഗ്ഷൻസ്. എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. അയ്യോ, നിങ്ങളുടെ കുടുംബത്തിലെ കോമഡി പരിപാടിക്ക് ഞങ്ങളില്ലേ? ദീർഘയാത്ര കഴിഞ്ഞുള്ള വരവാ, ഞങ്ങളെ ഒന്ന് വിട്ടുപിടി. വിട്ടുപിടി പോടാ. ശരി ശരി, എന്നാ നിങ്ങൾ ചെല്ല്. ശരി, നാളെ കാണാം. ഓക്കെ. ഓക്കെടാ. ബൈ. ബൈ ബൈ. ആ ഹലോ. അതെ, കൊച്ചുമുതലാളി നാട്ടിലെത്തിയോന്ന് അറിയാൻ വിളിച്ചതാ. എത്തി. ഞാൻ ദാ വീട്ടിൽ കയറാൻ പോകുന്നേ ഉള്ളൂ. അവിടെ കൊച്ചു തൊഴിലാളിക്ക് സുഖം തന്നെയല്ലേ? ഓ, എന്ത് സുഖം. 3-4 ദിവസമായില്ലേ നേരിട്ട് കണ്ടിട്ട്. ഇന്നിപ്പോ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കടയിലോട്ടൊന്ന് വരാൻ പറ്റുമോ? ഏയ്, അത് നടക്കില്ല. നമുക്കേ നാളെ കാണാം. ആ പിന്നെ അലക്സിയും ഇർഷാദിക്കയും കൂടി സ്റ്റോക്ക് എടുത്ത് വെക്കുമ്പോ ഒരു കൊച്ചു ചുവന്ന ബോക്സ് കാണും. അത് മാറ്റി വെക്കണം. വേറൊന്നുമല്ല, ഞാൻ എന്റെ കൊച്ചു തൊഴിലാളിക്ക് വാങ്ങിച്ച ഒരു കുഞ്ഞു ഗിഫ്റ്റാ. ആണോ? സന്തോഷം. എന്നാലേ എനിക്ക് വേണ്ട ഗിഫ്റ്റ് അതല്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഏയ്, നീ വെറുതെ പ്രഷർ തരില്ല രോഹിണി. ഇന്ന് രാത്രി തന്നെ നമ്മുടെ കാര്യത്തിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കും. ആദ്യം ഇന്നിവിടുത്തെ ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ. നീ ഫോൺ വയ്ക്ക, ഞാൻ വിളിക്കാം. ഹലോ. ഛേ, അതിന്റെ ഇടയിൽ കയറി ടെൻഷൻ കൊടുക്കണ്ടായിരുന്നു. പോട്ടെ, എന്റെ കൊച്ചു മുതലാളിയല്ലേ. ഫുട്ടേജ് ചെന്ന ഉടനെ തന്നെ ലോഡ് ചെയ്യണേ. ആ ശരിടി. നമസ്തേ സർ. ഒന്ന് പെട്ടെന്ന് പാടി. ആരാ? ആ മോനെ, ഇവരെ വീണമോളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നവരാ. ഓ, യൂട്യൂബുകാരാ. ഇന്റർവ്യൂ കഴിഞ്ഞു. ആ, ഇത് വീണയുടെ ഏട്ടനാണ്, വിനയ് ചന്ദ്രൻ. ഇവനാ ഏറ്റവും മൂത്തത്. ഓ ആണോ? ഇങ്ങനെ ഒരാളെ പറ്റി വീണ ഒന്നും പറഞ്ഞില്ലല്ലോ. വിനയനെ 4-5 ദിവസമായിട്ട് ബോംബെയിലായിരുന്നു. ഷോപ്പിലേക്കുള്ള പർച്ചേസിന് വേണ്ടിയിട്ട് പോയതാ. അവനിവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചാവും വീണയൊന്നും പറയാതിരുന്നത്. അങ്ങനെ വിട്ടുപോകാൻ പാടില്ലല്ലോ. ഈ വീഡിയോ ലോകം കാണുമ്പോ വീണയ്ക്ക് ഇങ്ങനൊരു ഏട്ടനെ ചിത്രത്തിലുണ്ടാവില്ല. അത് ബോറാ. അയ്യോ, അങ്ങനെ ചെയ്യല്ലേ. വിനയനില്ലെങ്കിൽ കുടുംബം ഇല്ല. ഇവനാണ് ഇവിടുത്തെ ഗൃഹനാഥൻ. വിനയന്റെ പേരുകൂടി മോള് പറഞ്ഞു ചേർത്താ മതി. വേണ്ട വേണ്ട, ഇനി ഒന്നും കൂട്ടിച്ചേർക്കണ്ട. നിങ്ങൾ വിട്ടോളൂ. താങ്ക് യു ഫോർ കമ്മിങ്. മോനെ, വീണ മനഃപൂർവ്വം പറയാതിരുന്നതല്ല. പാവം വിട്ടുപോയതാവും. വിട്ടുപോവാൻ ഞാൻ ചത്തുപോയിട്ടില്ല മുത്തശ്ശ. 3 പേർക്കും കൂടി ഏട്ടാന്ന് വിളിക്കാൻ ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ ഈ വീട്ടിൽ. വേറൊരാളില്ലല്ലോ. ജീവിതത്തിലൊരു വിജയം വരുമ്പോ സ്വന്തം ഏട്ടനെ മറക്കാൻ തുടങ്ങിയാൽ നാളെ ഇവള് ആരായിത്തീരുമെന്ന മുത്തശ്ശൻ കരുതുന്നത്. വീണയുടെ റിസൾട്ട് വന്നെന്ന് വിസ്മയാണ് എന്നെ വിളിച്ചറിയിച്ചത്. അതറിഞ്ഞപ്പോ ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയോ. അവൾക്ക് കൊടുക്കാൻ ദാ ഈ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയാ ഒരു ദിവസം കൂടുതൽ ഞാൻ ബോംബെയിൽ തങ്ങിയത്. അത് വേണ്ടായിരുന്നാ ഇപ്പൊ എന്റെ തോന്നല്. ഓരോ സഹോദരനും സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നത് നാളെ അവർ നമ്മളെ വിട്ടുപോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണമ്മേ.
എന്നാലും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരന് അവരുടെ മനസ്സിലൊരു സ്ഥാനമുണ്ടാവും. ഇവിടെ ഇപ്പൊ ഞാൻ വെറും അന്യൻ. അങ്ങനെ പറയില്ല നീ. പിന്നെ എങ്ങനെ പറയണമെന്ന് അമ്മ പറഞ്ഞതാ. ഞാൻ ഇടയ്ക്ക് അവളെ ശാസിക്കാറുണ്ട്, ശരിയാണ്. ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് ഏതോ ഒരു പയ്യന്റെ ബൈക്കിൽ ഈ നടയിൽ വന്ന് ഇറങ്ങിയപ്പോ ഒരു തട്ടും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പക അവൾ അന്നേ മനസ്സ് സൂക്ഷിച്ചിരിക്കുന്നതാ. അതാ ഇങ്ങനൊരേട്ടൻ അവളുടെ വിജയത്തിൽ ഇല്ലാതെയായത്. മോനെ, വേണ്ട വേണ്ട, അമ്മയ്ക്കറിയാലോ, എന്റെ മൂക്കിന്റെ താഴെ മീശ പൊടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീട് വിട്ടു പോയതാ ഞങ്ങളുടെ അച്ഛൻ. അന്ന് മുതൽ ഈ വീടിന്റെ മേൽക്കൂര ചുമക്കുന്നവനാ ഞാൻ. ഇന്ന് വരെ ഈ വീട്ടിൽ ആരും പട്ടിണി കിടന്നിട്ടില്ല. ഉണ്ടോ? അസുഖം വന്നാൽ മരുന്ന് വാങ്ങാതിരുന്നിട്ടില്ല. ഉണ്ടോ? അനിയത്തിമാരുടെ പഠിത്തം മുടക്കിയിട്ടില്ല. ഉണ്ടോ? എന്നിട്ട് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തിനാ ഞാൻ ഈ സമ്മാനം കൊടുക്കുന്നത്? ഇത് ഈ മുറ്റത്ത് വെച്ച് എന്നെ കത്തിക്കാൻ പോവുക ഞാൻ. അവളിടണ്ട ഞാൻ കൊണ്ടുവന്ന ഈ ഉടുപ്പ്. വീട് മുത്തശ്ശ. വേണ്ട മോനെ, വേണ്ട മോനെ, ഞാൻ പറയുന്നത് കേക്ക് മോനെ. എന്താ എന്താ ഇവിടെ? വിനയൻ വീണയ്ക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് കത്തിക്കാൻ പോവുക. എന്റെ ഈശ്വര, ഇവൻ എപ്പോഴും വെട്ടൊന്ന് മുറി രണ്ടാണല്ലോ. ആഹാ, ഇത് കൊള്ളാലോ. എനിക്ക് വേണ്ടി വാങ്ങിച്ചാണോ ഏട്ടാ? അല്ല, നീ ഇതിങ്ങെടുത്തേ, ഞാനിത് കത്തിക്കാൻ പോവാ. വിട. ചൂടാ, എന്തിനാ ഇത് വെറുതെ കത്തിക്കാൻ പോകുന്നേ? വിസ്മയ, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതിന് തരാനാ പറഞ്ഞത്. തരാൻ. ഇങ്ങെടുക്ക. പ്രശ്നം ഉണ്ടാക്കും. ചുരിദാറ് കത്തിക്കാൻ പോകുന്നതിനല്ല, ദാ ഈ കാര്യത്തില്. അതെ, ഈ ലൈറ്റർ ഏട്ടന്റെ പോക്കറ്റിൽ എങ്ങനെ വന്നു? വീണ്ടും തുടങ്ങിയോ സിഗരറ്റ് വലി? എന്താ മിണ്ടാത്തെ? പറ, ഇതെന്തിനാ കൊണ്ടു നടക്കുന്നേന്ന്. അത് പിന്നെ പിന്നേക്ക് വെക്കണ്ട. ഏട്ടൻ പഠിപ്പിച്ച നാളെ ഡോക്ടർ ആക്കാൻ പോകുന്ന സ്വന്തം അനിയത്തിയാ ചോദിക്കുന്നെ. കിടന്നുരുളാതെ ഉത്തരം പറ. ബോംബെക്ക് പോയപ്പോഴേ നന്നായിട്ട് സിഗരറ്റ് വലിച്ചല്ലേ? നീ ആളെ വിട്ടെ. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? നിക്കവിടെ. അതെ, ഏട്ടൻ ആരാ ഈ വീടിന്റെ? ഞങ്ങളെ ഊട്ടി, ഞങ്ങളെ ഉടുപ്പിച്ച്, ഞങ്ങളെയൊക്കെ ഉറക്കി കാവലിരിക്കുന്ന കൊച്ചു കാരണവര്. എന്താ ശരിയല്ലേ? 100% ശരി. അതാ. അപ്പൊ ആ ഗൃഹനാഥന്റെ ആരോഗ്യം നോക്കേണ്ടതേ ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഇപ്പൊ ഈ നിമിഷം എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം. പെട്ടെന്നാവട്ടെ. അതെ അതെ അതെ, പെട്ടെന്നാവട്ടെ. സമയം പോകുന്നു. അത് കറക്റ്റ്. എന്താടാ ഡോക്ടർ പറഞ്ഞ കേട്ടൂടെ? പെട്ടെന്ന് സത്യം ചെയ്യണ. ഇലഞ്ഞിക്കൽ കുടുംബമുറ്റത്ത് വെച്ച് വിനയചന്ദ്രൻ എന്ന ഞാൻ സത്യം ചെയ്യുന്നു, ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ലഹരിയും ഇനി മേലിൽ ഞാൻ ഉപയോഗിക്കില്ല. ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ലഹരി ഞാൻ ഉപയോഗിക്കില്ല. ഇത് സത്യം. ഇത് സത്യം. പിന്നെ സഹോദരിമാർക്കുള്ള സമ്മാനങ്ങള് ഒരിക്കലും കത്തിക്കില്ല. സഹോദരിമാർക്കുള്ള സമ്മാനങ്ങൾ ഒരു ഓടിയോട് മനുഷ്യനെ.
നന്നായി മോളെ. ഓരോ ചെറിയ കാര്യത്തിനും പെട്ടെന്ന് വിഷമിക്കുന്ന മനസ്സാ അവന്റേത്. ഇന്നിപ്പോ നീ അവന്റെ മനസ്സ് മാറ്റിയെടുത്തല്ലോ. അതെ അതെ, ഈ കുടുംബത്തിന്റെ മേലൊരു കാർമേഘം ഉരുണ്ടുകൂടുമ്പോ കാറ്റായും വെളിച്ചമായും എന്നും നീ ഉണ്ടാവണം, വീടിന്റെ വിളക്കായിട്ട്. ശരി ശരി, വിളക്കോ പന്തോ കാട്ടുതീയോ ഒക്കെ ആയിക്കോളാം. ഇന്നിപ്പോ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാതെ ഞാൻ വന്നതേ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹ വാർഷികം ആഘോഷിക്കാനാ. രണ്ടുപേരെയും ഞാൻ ഇന്ന് മണവാളനും മണവാട്ടിയുമാക്കി മാല ചാർത്തിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാ ഞാൻ വന്നേക്കുന്നത്. ഏർപ്പാടോ? എന്തേർപ്പാട്? ആശാനെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മാലയൊക്കെ സൂപ്പർ തന്നെ, പക്ഷെ നിനക്കും ആ ഡോക്ടർ കൊച്ചിന് വിടാനുള്ളതല്ല. ഇവിടത്തെ മുത്തശ്ശിനെ മുത്തശ്ശിക്കുക. അയ്യോ എന്റെ ആശാനൊന്ന് പതുക്കെ, ഇങ്ങനെയൊന്നും പറയല്ലേ. നാലാള് കേട്ടോ എന്റെ പുറം പൊളിക്കും. ഞാനൊരു പാവം വർഷോപ്പുകാരനാ. എന്താടാ നീ പോകാൻ നിൽക്കണോ? അപ്പൊ ഇവിടെ നിന്നിട്ട് എന്തിനാ ആശാനെ? നമ്മളെ ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്തു, ഇനി പോവാം. നമ്മളെ അല്ല, നിന്നെ. ആ ഡോക്ടർ വെച്ച് നിന്നെ ഏൽപ്പിച്ച പണി. പണ്ടേ അവളുടെ സ്വഭാവം ഇതാ. ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരാണെന്നും പറഞ്ഞ് എല്ലാ പണിയും നിന്നെ ഏൽപ്പിക്കും. ഇടം വലം നോക്കാതെ സഹായിക്കാൻ നീയും. എന്നാ നിനക്കവളോട് പ്രേമമാണെന്ന് അവൾ അറിയുന്നുണ്ടോ? അതില്ലെന്താനും. എന്റെ ആശാനെ വീണ്ടും വീണ്ടും ഒന്ന് വിളിച്ച് കൂവല്ലേ. ഒന്നിച്ച് പഠിച്ചെങ്കിലും ഞാൻ പത്തിത്തോറ്റ് ആശാന്റെ കൂടെ വർഷാപ്പണിക്കാരനായി. അവളെ അതല്ല, മിടിക്കുക. പഠിച്ചു മുന്നേറി ഇപ്പതാ ഡോക്ടറാകാൻ പോകുന്നു. നമ്മൾ അവളുടെ ചങ്ക് സുഹൃത്ത് മാത്രം. കാമുകനാകാനുള്ള യോഗ്യതയൊന്നുമില്ല. അത് നീ അങ്ങ് വിട്ടുപിടി മോനെ. പുറത്തിത് പറയുമെങ്കിലും നിന്റെ ഉള്ളിലിപ്പ് വേറെയാണെന്ന് എനിക്കറിയാം. അതിനാ ഇവിടത്തെ മുത്തശ്ശനെയും മുത്തശ്ശിയും കൂട്ടുപിടിച്ച് നീ ഈ വീട്ടില് സർവതന്ത്ര സ്വതന്ത്രനായി കയറി ഇറങ്ങുന്നത്. ആ എന്റെ ശിഷ്യൻ വർക്ക്ഷോപ്പ് പണിയും ഓട്ടോ പണിയും വിട്ട് ആ പെൺകൊച്ചിന്റെ കഴുത്തിൽ ഒരു മിന്നി കെട്ടുന്നത് കാണാനാ എന്റെ ആഗ്രഹം. അതൊന്ന് നടന്നാ മതിയായിരുന്നു. നടക്കും ആശാനെ. അതെ, പ്രേമത്തിന് കണ്ണും കാതും ഇല്ലെന്നാ പറയുന്നത്. ഇതും നടക്കും. ഇന്നിവിടെ നടക്കും പോലെ ഞങ്ങളുടെ കല്യാണവും ഒരു നാൾ നടക്കുമെന്ന് ഉറപ്പാ. അതും എടുക്ക്. കൈ കൊടുക്കാറട്ടെ.
ആ ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ ഈ കൊച്ചു കല്യാണ ചടങ്ങ് വധൂവരന്മാർക്ക് മധുരം നൽകി നമ്മൾ പൂർത്തിയാക്കുകയാണ്. ജീവിത പങ്കാളികൾ സുഖദുഃഖങ്ങൾ പങ്കുവെക്കേണ്ടത് ഒപ്പത്തിനൊപ്പമായിരിക്കണമെന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു ഇളനീർ ഒരുമിച്ച് രണ്ടുപേരും കൂടി കുടിച്ചാണ് ഇന്നത്തെ ചടങ്ങുകൾ നമ്മൾ പൂർത്തിയാക്കാൻ പോകുന്നത്. മുത്തശ്ശ പൊളിച്ചു. ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയെ വേറെ ലെവലാ. എല്ലാവരും ഒരു കൈയടി കൊടുത്തേ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.